അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാന 3 സമയങ്ങൾ അല്ലെങ്കിൽ പ്രധാന 3 ആളുകളിൽ അല്ലാഹു തആല അവരുടെ ദുആയ്ക്ക് ഉത്തരം നൽകുകയില്ല. ആരാണ് ആ 3 വിഭാഗം ആളുകൾ? തീർച്ചയായും ആ ആളുകൾ നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരിക്കും. നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ 3 വിഭാഗം ആൾക്കാരും. ഇപ്പം നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ അള്ളാഹുവിനോട് എത്ര കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഞാൻ ഇതിൽ നിന്ന കമന്റ് തന്നെ കണ്ടിട്ടുണ്ട്. ഞാനിത് വർഷങ്ങളായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ. ഞാൻ എന്നും നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രം എന്താ ഇത് സാധിക്കാത്തത്? എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാത്തത്? ചിലപ്പോൾ അതിന്റെ കാരണം നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകാത്തത്. അതിൽ ഒന്നാമത്തെയാണ് അള്ളാഹു ഈ സമയങ്ങളിൽ ഈ വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയും. ഏതാണ് വിഭാഗം എന്ന് വെച്ചാൽ നാവ് കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ വെറുതെ ചെയ്യുകയാണ്, ഹൃദയത്തിൽ തട്ടാതെ, മനസ്സുകൊണ്ട് സങ്കല്പിക്കാതെ, വെറും നാവ് കൊണ്ട് മാത്രം ബോധ്യപ്പെടുത്താൻ ആർക്കോ വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. ചില സമയങ്ങളിൽ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഞാൻ പെട്ടെന്നൊരു ആവശ്യം, അവിടെ അപ്പുറത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങി ഓടുന്ന പലരും ഉണ്ടല്ലേ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പയ്യെ സാവധാനത്തെ ചോദിക്കുക. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ തീരും. നമ്മുടെ ആവശ്യമാണത്. അതുകൊണ്ട് നമ്മൾ പയ്യെ സാവധാനം ദുആ ചെയ്തിട്ട് ആ നിസ്കാരപ്പായിൽ നിന്ന് എണീക്കാൻ നോക്കുക. 2, ഈ സമയങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല. ഹറാമായ ഭക്ഷണം കഴിച്ച്, ഹറാമായ വെള്ളം കുടിച്ച്, ഹറാമായ വസ്ത്രം ധരിച്ച്, ഹറാമായ പണം ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പാമാരുടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ആയാലും അവരുടെയൊക്കെ പണം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ആരും ചിന്തിക്കാറില്ല അല്ലേ? എങ്ങനെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് പൈസകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉത്തരം ദുആയ്ക്ക് അള്ളാഹു സ്വീകരിക്കില്ല നിങ്ങളുടെ ദുആ. 1, പലിശ കൊടുക്കലും വാങ്ങലും. അങ്ങനെ ചെയ്യുന്നവരുടെ വീടുകളിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവുകയില്ല. ലോൺ എടുത്ത പണം, മോഷ്ടിച്ച പണം, ഒരാളെ വേദനിപ്പിച്ചുണ്ടാക്കിയ പണം, സക്കാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച പണം, കച്ചവടത്തിൽ തിരിമറി കാണിച്ചുള്ള പണം, ഹറാമായ മാർഗത്തിൽ നടന്നു സാധനങ്ങൾ വിറ്റ് ഉണ്ടാക്കിയ പണം. പിന്നെ നിങ്ങളുടെ വയറ്റിലാണെങ്കിലോ ഹറാമായ മദ്യം, പന്നിയിറച്ചി, അങ്ങനെ ഹറാമായ പല കാര്യങ്ങളും. ഇതൊക്കെ നിങ്ങളുടെ വയറ്റിൽ, നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എങ്കിൽ നിങ്ങൾ ഉറച്ചോളൂ, തീർച്ചയായിട്ടും അള്ളാഹു തആല നിങ്ങളുടെ ദുആ തട്ടിക്കളഞ്ഞിരിക്കും. 100% ഉറപ്പാണ്. 3, ഈ സമയങ്ങളിൽ ഈ ആളുകളുടെ ദുആ അള്ളാഹു തട്ടിക്കളയും. ക്ഷമയില്ലാത്തവർ, പൂർണ്ണ വിശ്വാസമില്ലാത്തവർ, നന്ദികേട് കാണിക്കുന്നവർ. ഇനി പല ആളുകളും ദുആ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെയൊക്കെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമോ? അള്ളാഹുവിനോടൊരു വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് കാണുമല്ലേ? പിന്നെ ചില ആളുകളുണ്ട്, നല്ല ആത്മാർത്ഥതയോടെ ദുആ ചെയ്യും. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിക്കാൻ നേരം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അത്രയ്ക്ക് കേണ് ദുആ ചെയ്യും. പിന്നീടോ അത് ആഗ്രഹം സാധിച്ചതിന് ശേഷം ആ കാര്യം അള്ളാഹു എന്നുള്ളൊരു കാര്യം അങ്ങ് മറന്നു കളയുക. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കും. പിന്നെ ചില വിഭാഗം ആളുകളുണ്ട്, എത്രയൊക്കെ വലിയ ആഗ്രഹങ്ങൾ അവർക്കുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പരാതി പറയുന്നവർ. വലിയ നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചു പേരുണ്ട് പ്രാർത്ഥനയ്ക്ക് ധൃതി കാണിക്കുന്നത്, ക്ഷമയില്ലാത്തവർ. ഇപ്പം ദുആ ചെയ്ത് 2 ദിവസം ദുആ ചെയ്തു, അന്നേരം അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിയില്ല എങ്കിൽ അവിടെ വെച്ചങ്ങ് നിർത്തി പോകുക. അല്ലെങ്കിൽ പിന്നീട് ഒരു വട്ടവും കൂടി ഒന്ന് ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് തീർച്ചയായിട്ടും തരുമായിരിക്കും.
പക്ഷെ അതിനു മുന്നേ ക്ഷമയില്ലാതെ ധൃതി കാണിച്ച് അവിടെ വെച്ച് നിർത്തി പോകുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്തവരായിട്ട് ആരും തന്നെ കാണില്ല, ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല, അല്ലേ? ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത് എന്നല്ലേ? നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു താല സാധിച്ചു നൽകുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.